ഈ ചാനലിൽ ഇട്ടേക്കുന്ന വീഡിയോസിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായ ഒരു വീഡിയോ ആയിരുന്നു നമ്മുടെ ഫെഡറൽ ബാങ്കിന്റെ ഫെഡ് ബുക്ക് സെൽഫി ആപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫെഡറൽ ബാങ്കിന്റെ CDMൽ പോയിട്ട് കുറച്ച് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു വീഡിയോ കുറേ പേര് പറഞ്ഞു എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എങ്ങനെയാണ് ഫെഡറൽ ബാങ്കിന്റെ CDMൽ പോയിട്ട് നമ്മൾ കുറച്ച് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പോകുന്നത് വടക്കാഞ്ചേരി ഫെഡറൽ ബാങ്കിന്റെ CDM ഇതിലേക്കാണ് പോകണം. അപ്പോൾ വടക്കാഞ്ചേരിയുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് CDMൽ എങ്ങനെയാണ് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണേന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചക്കൻ കൂടിയുണ്ട്, റൈഡറാണ്, അവനും ഫ്രണ്ടിലുണ്ട്. ഫൈനലി ഫെഡറൽ ബാങ്കിൻ്റെ വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് കൂടി നോക്കാം. നമുക്ക് ATMലേക്ക് കയറാം. ഇപ്പോൾ ATMലേക്ക് കയറാൻ പോവാണ്. നേരത്തെ ക്യൂ ആയിരുന്നു ഒത്തിരി. അപ്പോൾ ATMൽ കയറിയതിന് ശേഷം ഫസ്റ്റ്ലി നമ്മൾ ചെയ്യേണ്ടത് ക്യാഷ് ഒന്ന് എണ്ണി വയ്ക്കുക. കറക്റ്റായിട്ട് ക്യാഷ് ഒന്ന് ഓർഡറിൽ വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ATM കാർഡ് ഒന്ന് ഇൻസേർട്ട് ചെയ്യുക. ATM കാർഡ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം അതിലൊരു വിൻഡോ വരും. ഇത്തിരി ടൈം എടുക്കും തോന്നുന്നു. അപ്പോൾ ഒരു വിൻഡോ നിങ്ങൾക്ക് കാണാൻ പറ്റും. വെയിറ്റ് ചെയ്യട്ടോ. ഇതിൽ നമുക്ക് ഡെപ്പോസിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ഡെപ്പോസിറ്റ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എഗ്രി, ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ച് നോക്കിയിട്ട് എഗ്രി കൊടുക്കുക. അതിനുശേഷം പിന്നെ പറയുന്നുണ്ട് 100 ആൻഡ് 500 2000 നോട്ടുകൾ, ഇത് മാത്രമേ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ട്രേ അവിടെ ഓപ്പൺ ആയിട്ട് വരും. അവിടെ കറക്റ്റ് ഓർഡറിലാക്കിയ നോട്ടുകൾ മാത്രം കറക്റ്റ് ഓർഡറിൽ നോട്ടുകൾ വയ്ക്കുക. അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരും, എന്തെങ്കിലും ചുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. കറക്റ്റ് വൃത്തിയായിട്ട് ആ എമൗണ്ട് കറക്റ്റായിട്ട് അവിടെ വയ്ക്കുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബോക്സ് അവിടെ ക്ലോസ് ആവും. ആ ട്രേ അവിടെ ക്ലോസ് ആയതിനു ശേഷം നമ്മുടെ എമൗണ്ട് എത്രയാണെന്നുണ്ടെങ്കിൽ അതവിടെ വെരിഫൈ ചെയ്യും അവർ. എൻ്റെ എമൗണ്ട് എത്രയാണ് അവിടെ വെരിഫൈ ചെയ്യും. അത് വെരിഫൈ ഇത്തിരി ടൈം എടുക്കും. അത് വലിയ സെക്കൻഡൊന്നും എടുക്കില്ല. കണ്ടോ, എമൗണ്ട് 10,000 രൂപ അവിടെ വെരിഫൈ ആയിട്ടുണ്ട്. ആഡ് മോർ ക്യാഷ്, ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി എമൗണ്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് മോർ ക്യാഷ് കൊടുക്കുക. നമ്മളുടെ എത്ര എമൗണ്ടാണ് നമുക്ക് ഉണ്ടായെന്ന് വെച്ചാൽ ആ എമൗണ്ട് ഒന്നുകൂടി ഇടുക. അങ്ങനെ കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് അവർ വെരിഫൈ ചെയ്യും. നേരത്തെ സെയിം സ്റ്റെപ്പ്. അപ്പോൾ ആ നേരത്തെ എമൗണ്ടിൻ്റെ കൂടെ ഈ എമൗണ്ട് കൂടിയും ആഡായിട്ട് കിട്ടും. ഇപ്പോൾ നോക്കിക്കോ, നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ മറ്റേ എമൗണ്ട് കൂടി ടോട്ടൽ എമൗണ്ട് ഇവിടെ വരുന്നത് കാണാൻ പറ്റും. കണ്ടോ, ഇനി നമ്മൾ ഇവിടെ കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിൻ നമ്പർ ചോദിക്കും. ആ പിൻ നമ്പർ അടിച്ചു കൊടുക്കുക. എത്ര പിൻ നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ എമൗണ്ട് അവിടെ അവർ ആക്സെപ്റ്റ് ചെയ്യും. ഇത്രേ ഉള്ളൂ നിങ്ങൾ CDMൽ ക്യാഷ് എമൗണ്ട് ചെയ്യുന്ന മെത്തേഡ്. എമൗണ്ട് അവർ അവിടെ ഞാൻ ഡെപ്പോസിറ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ എനിക്കൊരു ഫൈനലായിട്ട് അവിടെ നിന്ന് ഡെപ്പോസിറ്റ് കിട്ടിയപ്പോൾ ഒരു വീഡിയോ എടുക്കണം എന്നായിരുന്നു. ആ സമയത്ത് അവിടെ നല്ലൊരു മഴ വന്ന കാരണം ഡെപ്പോസിറ്റ് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് അവിടെ നിന്നൊരു എൻഡിങ് ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.